ഈ ക്ലാസ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങളും മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന മൂലകം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. 46%, അപ്രോക്സിമേറ്റ്ലി 46% ഏതാണ് കാണപ്പെടുന്നത്? ഓക്സിജനാണ് കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം, ഇത് രണ്ടും ഓർത്ത് വെച്ചോണം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഇത് സിലിക്കൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് കൊടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കിയേ, അലൂമിനിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതെന്ന് ചോദിക്കും, മെറ്റൽ ഏതെന്ന് ചോദിക്കും. ആരാണ്? അലൂമിനിയമാണ്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് എന്നാണ് ചോദ്യമെങ്കിൽ ഏതേ ഉള്ളൂ? ഓക്സിജനേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് ചോദിച്ചാൽ അലൂമിനിയം. ഇനി ചോദിക്കുകയാണ്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം അഥവാ മെറ്റലോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിലിക്കൺ ആണ്. അപ്പം 3 പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഉപലോഹം സിലിക്കൺ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം. പക്ഷേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണെങ്കിൽ മൂലകം എന്ന സ്ഥാനം വെച്ച് പറയുകയാണെങ്കിൽ അലൂമിനിയത്തിന് 3ാം സ്ഥാനമേ ഉള്ളൂ കേട്ടോ. അടുത്ത് അലൂമിനിയം കഴിഞ്ഞാൽ പിന്നെ ഭൂവൽക്കത്തിൽ കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് അല്ലെങ്കിൽ ലോഹമാണ് അയൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കാണപ്പെടുന്നവരാണ് കാൽസ്യമാണ്. അപ്പോൾ ഈ ആദ്യത്തെ 3 എണ്ണത്തിന് നമുക്ക് പ്രാധാന്യം എന്ന് പറയുന്നത്, കാരണം എലമെൻ്റ്, മെറ്റലോയിഡ്, മെറ്റൽ, ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് അവിടുന്ന് കയറി വരുന്നത് പറയുന്നത്. അടുത്തത് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ചില പോയിന്റ്സാണ് നമ്മൾ പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമെന്നോ മൂലകമെന്നോ ഒക്കെ ചോദിച്ചോട്ടെ, നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അല്ലെങ്കിൽ വാതകം എന്ന് പറയുന്നവരാണ് നൈട്രജനാണ്. നൈട്രജൻ്റെ അന്തരീക്ഷത്തിലെ അളവെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 78% ആണ്. ഈ 2 കാര്യങ്ങളും പഠിക്കണം, പേരും പഠിക്കണം, ശതമാനവും പഠിക്കണം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ, നൈട്രജൻ്റെ ശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? 78%. രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷത്തിൽ നൈട്രജൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, 78%. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നതാണ് ഓക്സിജൻ. അതിൻ്റെയും ശതമാനം ചോദിക്കുന്നതാണ്. അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ ശതമാനം എന്ന് പറയുന്നത് 21ഉം നൈട്രജൻ്റെ ശതമാനം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 78ഉമാണ്. ഓർത്തിരിക്കുക, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ 78%, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം അല്ലെങ്കിൽ മൂലകം ഓക്സിജൻ, ശതമാനം 21%. ഏറ്റവും കുറവ് കാണപ്പെടുന്ന ആരാണ്? ആർഗൺ. ആർഗണിൻ്റെ ശതമാനം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി, ശതമാനം ചോദിക്കാൻ വലിയ സാധ്യതയൊന്നുമുള്ള നല്ലത്. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വാതകമാണ് ആർഗൺ. ആർഗണിൻ്റെ ശതമാനം പറയുകയാണെങ്കിൽ 0.9% അടങ്ങിയിട്ടുള്ളൂ ആർഗൺ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകം, നോബിൾ ഗ്യാസ്, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അലസവാതകവും ഏതാണ്? ആർഗൺ ആണ്.